Dear students, a very morning to all. നമ്മൾ ഫാർമക്കോളജി സെക്കൻഡ് ഇയർ MBBS പാസ് പാറ്റേണിൽ പോകുമ്പോഴത്തേക്ക് പേപ്പർ 1 വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ജനറൽ ഫാർമക്കോളജി ഉണ്ട്, ANS ഉണ്ട്, CVS ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ഡയൂററ്റിക്സ്, CNS, ഓട്ടോകോയിഡ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മൾ ഇന്നത്തെ ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ നിന്നുള്ള സെലക്ടഡ് യൂണിറ്റ്സിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, നെയിം ടു ഡ്രഗ്സ് പോലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഫാർമക്കോളജിക്കൽ ബേസിസിന്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ ചില ടിപ്പിക്കൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ പെക്യൂലിയർ ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയുമാണ് നമ്മൾ ഓരോ യൂണിറ്റിലും ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് പല ഇനിയുള്ള മോഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്ത് തീർന്നത്. പേപ്പർ 2 പോകുമ്പോൾ GIT, ഹോർമോൺസ്, ആന്റിബയോട്ടിക്സ്, കീമോതെറാപ്പി ആൻഡ് മിസലേനിയസ് ടോപ്പിക്സ്. പേപ്പർ 1 ജനറൽ ഫാർമക്കോളജിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജനറൽ ഫാർമക്കോളജിയിൽ ഫസ്റ്റ് വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, റൂട്ട്സ് ഓഫ് ജനറൽ ഫാർമക്കോളജി, റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അതിൽ ഒന്നാണ് ഡ്രഗ്സ് ഗിവൺ റെക്ടലി. ഓർത്തു വെക്കാനായിട്ട് മലയാളത്തിലെ പേടി എന്നതാണ് ഓർത്തു വെക്കാൻ എളുപ്പം. പാരസെറ്റമോൾ ഉണ്ട്, എർഗോട്ടമൈൻ ഉണ്ട്, ഡയസെപ്പാം ഉണ്ട്, ഇൻഡോമെത്താസിൻ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞു പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സ്പെല്ലിങ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. എപ്പോഴും ഡ്രഗ്സ് സ്പെല്ലിങ് കറക്റ്റ് ചെയ്ത് എഴുതി പോകാനാണ് നമുക്ക് മാക്സിമം ആവശ്യം വരുന്നത്. കറക്റ്റ് ലെജിബിൾ ആയിട്ട് റണ്ണിങ് ഹാൻഡ്സിൽ എഴുതാതെ പിരിച്ച് എഴുതാനായിട്ട് നോക്കണം. പ്രൊണൗൺസ് ചെയ്യുമ്പോഴും നമ്മുടെ VS അച്യുതാനന്ദന്റെ സ്റ്റൈലിൽ പിരിച്ചങ്ങ് പറഞ്ഞ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും പെട്ടെന്ന്. ഡ്രഗ്സ് ഗിവൺ റെക്ടലി, പാരസെറ്റമോൾ, എർഗോട്ടാമൈൻ, ഡയസെപ്പാം ആൻഡ് ഇൻഡോമെത്താസിൻ. 2 ഓർഫൺ ഡ്രഗ്സ്. എന്താണ് ഓർഫൺ ഡ്രഗ്സ് എന്നൊക്കെ ചോദിച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലും, എന്നാൽ അതിന്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് അല്ലാതെ വിറ്റ് ലാഭം ഉണ്ടാവാതെ ഉള്ള ഡ്രഗുകളെ ഓർഫൺ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 2 എക്സാമ്പിൾ ഫോമിപിസോൾ ആൻഡ് സോഡിയം നൈട്രേറ്റ്. ഫോമിപിസോൾ ആൻഡ് സോഡിയം നൈട്രേറ്റ്. FOMEPIZOL, ഫോമിപിസോൾ ആൻഡ് സോഡിയം നൈട്രേറ്റ്. In name 2 drugs from animal source. ഒന്ന് പോർസിൻ ഇൻസുലിൻ, പിഗിൽ നിന്നെടുത്ത്, ഹെപ്പാരിൻ, ഓക്സ് ലങ്ങിൽ നിന്ന് എടുക്കുന്നത്. 2 drugs given sublingually, GTN-ഉം buprenorphine. The 2 drugs given as transdermal patch, നിക്കോട്ടിനും ഫെന്റനൈൽ, നിക്കോട്ടിൻ ആൻഡ് ഫെന്റാനിൽ. Name 2 drugs given sublingually, GTN, buprenorphine, given rectally, diazepam, indomethacin. Name 2 drugs given as transdermal patches, nicotine and fentanyl. Microsomal enzyme inhibitors, ആയിട്ടുള്ളത് എരിത്രോമൈസിനും കീറ്റോകോണാസോൾ. ഇനി മൈക്രോസോമൽ എൻസൈം ഇൻഡ്യൂസേഴ്സ് ആയിട്ടുള്ളത്, മൈക്രോസോമൽ എൻസൈം ഇൻഹിബിറ്റർ എരിത്രോമൈസിനും കീറ്റോകോണാസോളുമായിരുന്നു. മൈക്രോസോമൽ എൻസൈം ഇൻഡ്യൂസർ എന്ന് പറയുമ്പോൾ ഫീനോബാർബിറ്റോണും റിഫാംബിസിനും. ലോ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉള്ളത് ഫീനോബാർബിറ്റോണും തിയോഫിലിൻ. ലോ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഫീനോബാർബിറ്റോൺ ആൻഡ് തിയോഫിലിൻ. ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉള്ളത് ലിഗ്നോക്കെയിൻ, ഐസോപ്രിനലൈൻ, പ്രൊപ്രാനോളും. ഓക്കെ, പ്രൊപ്രാനോളും ലിഗ്നോക്കെയിനും ഐസോപ്രിനാലിൻ. ദീസ് ആർ ദ ഡ്രഗ്സ് ഹാവിംഗ് ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഇനി അടുത്ത നെയിം 2 ഡ്രഗ്സ് വിത്ത് കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട, കൈനറ്റിക്സ് ഓഫ് ഇലുമിനേഷൻ, ഇൻഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഇൻഡ്യൂസേഴ്സ് ഗ്രിസിയോഫുൾവിൻ, ഫെനിറ്റോയിൻ, റിഫാംബിസിൻ, കാർബാമെസാപ്പിൻ, ഫീനോബാർബിറ്റോൺ, GBRCP. Inhibitors valproate,
ketoconazole, cimetidine, ciprofloxacin, erythromycin, INH, PKCEI, CCEI. In drugs with zero order kinetics are warfarin, alcohol, and aspirin, theophylline, tolbutamide, phenytoin. Name two drugs with zero order kinetics, phenytoin and warfarin. Name two prodrugs are levodopa, enalapril. Levodopa, enalapril, these are two prodrugs. The pharmacodynamics topics in all 2 mark questions. Name two drugs with the low safety margin, digoxin, anticonvulsants, and lithium. Competitive inhibitors, neostigmine, sulfonamides, captopril. Non-competitive inhibition acetazolamide, aspirin. Therapeutic window phenomenon കാണിക്കുന്നത് tricyclic antidepressants, clonidine. വേറെ ഉണ്ട് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസും ക്ലോനിഡിനുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് തെറാപ്യൂട്ടിക് വിൻഡോ ഫിനോമിനൻ കാണിക്കുന്ന ഡ്രഗ്സ് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസും ക്ലോനിഡിനും. ഡ്രഗ്സ് ആക്ടിങ് ഓൺ അയോൺ ചാനൽ റിസപ്റ്റേഴ്സിലാണ് ഗാബായെയും ഗ്ലൈസിൻ. ഫാർമക്കോ തെറാപ്പി യൂണിറ്റ് എന്നുള്ള നെയിം ടു ഡ്രഗ്സ് അതിലാണ് ടാക്കിഫൈലാക്സിസ് കാണിക്കുന്നത് ട്രാമൈൻ, എഫിഡ്രിൻ, നിക്കോട്ടിൻ. ട്രാമൈൻ ടാക്കിഫൈലാക്സിസ് റിലേറ്റീവ് സ്പെല്ലിംഗ് വെച്ച് പഠിക്കാം. ടാക്കിഫൈലാക്സിസ് ട്രാമൈൻ, TRAMIN, എഫിഡ്രിൻ, EPHEDRIN, നിക്കോട്ടിൻ. അഡ്വേഴ്സ് ഡ്രഗ് എഫക്ട്സുമായിട്ട് ബന്ധപ്പെട്ട നെയിം ടു ഡ്രഗ്സ് ഷോയിങ് ടാക്കിഫൈലാക്സിസ് നമ്മൾ നേരത്തെ തന്നെ കണ്ടു, എഫിഡ്രിനും നിക്കോട്ടിനും. ഇഡിയോ സിംഗ്രസി കാണിക്കുന്ന ഡ്രഗ്സ് ബാർബിറ്റുറേറ്റ്സ്, ഫിനൈൻ, ക്ലോറാംഫി, നിക്കോൾ. ഫോട്ടോടോക്സിസിറ്റി കാണിക്കുന്ന ടെട്രാസൈക്ലിനും അമിയോഡെറോൺ. ടെറാട്ടോജനിസിറ്റി കാണിക്കുന്ന താലിഡോമൈഡ്, സോഡിയം വാൽപ്രോയേറ്റ്, ഫെനിറ്റോൺ. ഇത്രയും ജനറൽ ഫാർമക്കോളജിയുമായി ബന്ധപ്പെട്ട കുറെ നെയിം ടു ഡ്രഗ്സ് ആയി. ഇനി കോളിനർജിക് സിസ്റ്റം ഇൻ അവർ ബോഡി. കോളിനർജിക് സിസ്റ്റം ഇൻ അവർ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട നെയിം ടു ഡ്രഗ്സില് pharmacological basis, PV means pharmacological basis of pralitoxin for tacrine poison, because tacrine is a reversible anticholinergic ആണ്, ഓക്സൈൻ എൻസൈം റിയാക്ടിവേറ്റർ. ബീറ്റാക്സോലോൾ or physiostigmine, which is the first choice in glaucoma. Beta-solol, because decreases the intraocular pressure, IOP, protective effect on retinal neurons by reducing the sodium calcium influx, less bronchopulmonary and cardiac side effects, no consistent effect on the pupil size or accommodation. Or neostigmine or physiostigmine, myasthenia gravis, neostigmine, because anticholinergic ആണ്, with the prominent action on skeletal muscles and less CNS effects. The neostigmine plus atropine in cobra bite, because atropine prevents cholinergic adverse effects of the neostigmine. That is neostigmine ഉണ്ടാക്കുന്ന adverse effects of എല്ലാം ആരും സ്റ്റോപ്പ് ചെയ്യും, atropine prevent. What is the pharmacological base of oxines in organophosphorus poisoning? Hyoscine in motion sickness. More completely metabolized ആണ്, better blood brain penetration ഉള്ള ഒരു ഡ്രഗും കൂടെയാണ് ഹയോസിൻ. HYOSCINE, hyoscine in motion sickness. More completely metabolized ആണ് ഹയോസിൻ and it is better blood brain penetration. Glycopyrrolate in pre-anesthetic medication, because it reduces tracheobronchial and salivary secretions and prevent the laryngeal spasm. The mydriatics of choice in elderly people are the phenylephrine, and children less than 5 ആണെങ്കിൽ atropine. It is a mydriatic ആണ്, phenylephrine, atropine. The elderly people ആണെങ്കിൽ it is the mydriatic of choice in elderly is phenylephrine. The mydriatic of choice in children less than 5 ആണെങ്കിൽ atropine. Atropine is the specific antidote of anticholinergic enzymes.
ipratropium and its rationale in COPD, because ipratropium is reverse bronchoconstriction due to stim of M3 receptors. Inhaled decreases the bronchial secretions. അപ്പോൾ ഈ പറഞ്ഞ ഇപ്രോട്രോപ്പിയം ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസ് ദ ബ്രോങ്കിയൽ സെക്രീഷൻസ് കുറച്ച് COPD പ്രിവെന്റ് ചെയ്യും. ഫിസിയോസ്റ്റിഗ്മിൻ പ്രിവെയർഡ് ഓവർ നിയോസ്റ്റിഗ്മിൻ ഇൻ ഗ്ലോക്കോമ. ഗ്ലോക്കോമയില് നമ്മൾ ഫിസിയോസ്റ്റിഗ്മിൻ ആണ് പ്രിഫർ ചെയ്യുന്നത് ആരെക്കാട്ടും, നിയോസ്റ്റിഗ്മിനെക്കാട്ടും. ഈ കുറച്ച് ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വളരെ നോട്ട് വർത്തി ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ നന്നായിട്ട് ഓർത്ത് വെച്ചാൽ പലയിടത്തും ഉപയോഗപ്പെടും. 2 drugs in Alzheimer's disease: donepezil, rivastigmine. Drug of choice. This means drug of choice in belladonna poisoning. Physiostigmine 0.5 to 2 milligram intravenous IV. Drug of choice in belladonna poisoning. Physiostigmine 0.5 to 2 milligram IV. Drug of choice in organophosphoric poisoning. Atropine 2 milligram IV every 10 minutes. Drug of choice in motion sickness. Hyoscine HYOCINE. Shortest acting carbamate. Hydrophonium, which is used in myasthenia. For cerebroselective carbamates, rivastigmine, donepezil. Only water soluble OP and used in affecting glaucoma. Ecotiophate drugs contraindicated in myasthenia. Aminoglycoside antibiotics, quinine, pancuronium, tubocurare. Anticholinergic drugs used in peptic ulcer: propanthelin, pyrazepine. COPD, ipratropium, tiotropium. Abdominal colic, dicyclomine. Refractory error testing in children, atropine 1% ointment. Cholinesterase reactivator, pralidoxime, obidoxime. Name 2 drugs centrally acting anti-acetylcholine inhibitor enzyme: rivastigmine and donepezil. Treatment of Alzheimer's: rivastigmine, donepezil. Cobra bite postoperative decurarization, use neostigmine plus atropine. Anticholinesterase poisoning, atropine and pralidoxime. Myotics, pilocarpine, physiostigmine. Mydriatics, atropine, cyclopentanoid, propicamide. Vesicoselective anticholinergics, oxybutynin, flavoxate. Centrally acting anticholinergics, Vents, Hexol, procyclidine, anti-Parkinsonics ആണ്. Anticholinergics used in bronchial asthma: ipratropium bromamide, tiotropium bromide. Anticholinergics used in peptic ulcer: pyrazepine, propanthelin. Anticholinergics used in motion sickness: hyoscine, dicyclomine. Anticholinergics used in pre-anesthetic medication: glycopyrrolate, atropine. 2 drugs used in myasthenia gravis: neostigmine, pyridostigmine. ഇനി നമ്മൾ അഡ്രീനൽ സിസ്റ്റം ബോഡിയിലേക്ക് കയറാണ്.
അതിന്റെ ഫാർമക്കോളജിക്കൽ ബേസ് നോക്കാം. ഡോപ്പമൈൻ ഓർ അഡ്രിനാലിൻ ഇൻ ഷോക്ക്. ഡോപ്പമൈൻ കാർഡിയോജനിക് ഷോക്ക്, സെപ്റ്റിക് ഷോക്ക്. അഡ്രിനാലിൻ ആണെങ്കിൽ അനാഫൈലാറ്റിക് ഷോക്കിലേ കൊടുക്കാൻ പറ്റും. ഷോക്കിൽ ഡോപ്പമൈൻ കൊടുക്കാം, അഡ്രിനാലിൻ കൊടുക്കാം. അഡ്രിനാലിൻ കൊടുക്കുന്നത് അനാഫൈലാറ്റിക് ഷോക്കിൽ, ഡോപ്പമൈൻ കൊടുക്കുന്നത് കാർഡിയോജനിക് ഷോക്ക്, സെപ്റ്റിക് ഷോക്ക്. Adrenaline in anaphylactic shock and its route. Increase BP, counteract bronchospasm, laryngeal edema. Lignocaine plus adrenaline local anesthesia. Duration of anesthesia, increase systemic toxicity of systemic toxicity of local anesthesia and bleeding will be decreased. Tamsulosin finasteride in BPH. Tamsulosin decrease. Prostatic or bladder neck muscle tone finasteride decrease prostate size. Propranolol in thyrotoxicosis rapidly controls sympathetic symptoms, inhibits peripheral conversion of T4 to T3. Propranolol contraindicated in diabetes, variant angina, hyperlipidemia because this delays the recovery from hypoglycemia due to insulin and OHG, and warning signs of same are suppressed. Exacerbate variant angina by unopposed alpha-mediated coronary constriction, alters the lipid profile, triglycerides, LDL decreases, HDL decrease. LDL increases, HDL decrease. Mannitol in acute congestive glaucoma, decongested eye by osmotic action. Atropine contraindicated in glaucoma. Intraocular pressure, IOP increase in narrow angle glaucoma. Alpha plus beta blockers in pheochromocytoma because decrease BP by both alpha 1 and beta 1 blockade and beta 2 agonism. By alpha blocking, they maintain blood volume, decrease BP, antagonize fall in BP after surgery by maintaining blood volume. By beta blocking, they decrease tachycardia and arrhythmia. Verapamil contraindicated with propranolol. Cardiac arrest ഉണ്ടാവാം, safe with nifedipine. Tips. Clonidine congeners, epraclonidine, brimonidine. Two drugs used for hypotension, ephedrine, methylphenidate. Topically useful, CA, dorzolamide. Beta 1 selective blocker used in the treatment of glaucoma, beta-solol. Topical carbonic anhydrase inhibitor used in glaucoma, dorzolamide. Selective beta 1 agonist, dobutamine, DOBUTAMINE. Ultra short acting beta blocker, esmolol. Longest acting beta blocker, nadolol, NADOLOL. Two lipid soluble beta blockers, anginolol, sotalol. Two beta blockers with the NO-mediated vasodilatation, nebivolol, celiprolol. Nebi, NEBIVOLOL, celiprolol. Beta 1 blocker with the beta 2 agonism, celiprolol. Name two drugs. Selective beta 2 agonist, salbutamolum, terbutaline. Selective beta 1 antagonist, antinolol, metoprolol. Selective alpha 1 agonist, phenylephrine, methoxamine. Nasal decongestion, phenylephrine, xylometazoline, oxymetazoline. Indirectly acting sympathomimetics, amphetamine, tyramine, methamphetamine. Uterine reluctance, isox,
suprine, retodrine, selective alpha 1 blocker, prazosin, terazosin, treatment of BPH, prazosin, terazosin, selective alpha 2 blockers, euhimbine, rauwolfskin, non-selective beta blockers, propranolol, timolol, non-selective beta blocker, propranolol, timolol, cardio-selective beta blockers, beta 1 selective blocker ആയിട്ടുള്ളത് metoprololum, andinolol, beta plus alpha action, labetalol, carvedilol, used for open angle glaucoma, timolol, betaxolol, latanoprost. ഇത്രയാണ് നമ്മൾ ഈ മോഡ്യൂൾ വന്ന്. We will continue in the next module. Till then, goodbye.